What's up guys? Welcome to our channel. Hello friends, welcome back. അപ്പോൾ എല്ലാ വച്ചന്മാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഗൈസ് നിങ്ങൾ എല്ലാവരും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് സ്ട്രെച്ചിങ്ങിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രെച്ചിങ്ങിന് നിങ്ങൾക്ക് അറിയായിരിക്കും ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രെച്ചിങ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഇതിന് വേറെയും കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യും. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ സ്ട്രെച്ചിങ് എങ്ങനെയാണ് നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ്, അതുപോലെ നമ്മുടെ മെന്റലി ആൻഡ് ഫിസിക്കലി ഉണ്ടാക്കുന്ന ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ ടൈപ്പ് സ്ട്രെച്ചസ് ആണ് കോമൺ ആയിട്ടുള്ളത്, അതുപോലെ നിങ്ങൾ സ്ട്രെച്ചിങ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണ് എടുക്കേണ്ടത്, അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്ട്രെച്ചിങ് മെത്തേഡ്സ് നിങ്ങൾക്ക് പോസ്റ്റ് വർക്കൗട്ട് ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരും. അപ്പോൾ സ്ട്രെച്ചിങ്ങിനെ കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. എന്ന് പറഞ്ഞാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് പറഞ്ഞാലും നമ്മുടെ ഫസ്റ്റ് പോയിന്റിലേക്ക് പോയേക്കാം. ഫസ്റ്റ് പോയിന്റ് ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്ത പോയിന്റ് തന്നെയാണ്. അതായത് സ്ട്രെച്ചിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡേ ടു ഡേ ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ പ്രായമാകുന്നതനുസരിച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞായിരിക്കും വരുന്നത്. നിങ്ങൾ പ്രായമായവർ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അവർക്ക് ഇരിക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേക്കാനും സാധനങ്ങൾ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായമാകുന്നതനുസരിച്ച് നമ്മുടെ മസിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ സ്ട്രോങ്, എന്താ പറയുക, അതിൻ്റെ ഒരു അയവ് നഷ്ടപ്പെട്ടിട്ട് അത് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും സ്ട്രെച്ചിങ്, നമ്മൾ ചെറുപ്പത്തിൽ തന്നെ സ്ട്രെച്ചിങ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രായമാകുമ്പോഴും നമുക്ക് ഈ ചെറുപ്പത്തിലുള്ള ചുറുകൾക്ക് നിലനിർത്താൻ വേണ്ടി സാധിക്കും എന്നാണ് പഠനങ്ങൾ തെളിയിച്ചേക്കുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസിൽസ് ഒരുപാട് അങ്ങോട്ട് ടൈറ്റ് ആകാതെ ഇച്ചിരി ലൂസ് ചെയ്ത് നിലനിർത്താൻ വേണ്ടി നമുക്ക് സാധിക്കും എല്ലാ ദിവസവും സ്ട്രെച്ചിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഓരോ മസിൽ പാർട്ടും ഒരു പർട്ടിക്കുലർ എമൗണ്ടിലോട്ട് നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന് എല്ലാത്തിനും ഒരു എന്താ പറയുക റേഞ്ച് ഓഫ് മോഷൻ കാണും. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇരുന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പോകാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നവർ നോക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ മാർഷൽ ആർട്സ് ചെയ്യുന്നവർ, അതുപോലെ തന്നെ ഈ എന്താ പറയുക ഈ കുംഫു അതുപോലുള്ള സംഭവം ചെയ്യുന്നത്, ഡാൻസ് ചെയ്യുന്നവർ, അതുപോലെ തന്നെ എന്താ പറയുക ഡാൻസേഴ്സ് ആണെങ്കിലും പോലും നോക്കിയാൽ മതി. അവർക്കെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കിടിലുമായിട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി സാധിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം റേഞ്ച് ഓഫ് മോഷൻ അവർ അറ്റൈൻ ചെയ്തേക്കുവാണ്. ഉദാഹരണത്തിന് സ്പ്ലിറ്റിന്റെ കേസ് തന്നെ നിങ്ങൾ എടുത്തു നോക്കുക. നിലത്ത് ചിലരെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇരിക്കാനായിരിക്കും പറ്റുള്ളൂ. ചിലരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോർണറിലൊക്കെ പോയിട്ട് നമുക്ക് ശരിക്കും അങ്ങോട്ട് മടക്കുന്നത് അവർക്ക് ഭയങ്കര റേഞ്ച് ഓഫ് മോഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ശരിക്കും അവരെ സ്ട്രെച്ചിങ് ട്രെയിൻ ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാനായിട്ടുള്ള നമ്മുടെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. ഡെഫിനറ്റ് ആയിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മളിപ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുകയാണ്, അതൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. അതുപോലെ നമ്മൾ ഏത് വർക്ക് ഒരു ഫിസിക്കലായിട്ട് നമ്മൾ സ്ട്രെയിൻ കൊടുക്കുന്ന ഏത് വർക്കൗട്ട് ചെയ്യുന്നു അതൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇതുപോലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ പെർഫോമൻസ് ഡെഫിനറ്റ് ആയിട്ടും എൻഹാൻസ് ചെയ്യാൻ പറ്റും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ബൈസെപ്സ് വെച്ച് ഇപ്പോൾ ഒരു ബൈസെപ്പ് കേൾ ചെയ്യാൻ പോവാം. അതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ആ ബൈസെപ്സിന് ഒന്ന് വാമപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ആ മസിൽസിന് ഒരു ഫീൽ വരും. അതായത് അടുത്തത് ഈ മസിൽസ് യൂസ് ചെയ്യാൻ പോവുകയാണ്, അപ്പം ഓൾറെഡി അതിന് പ്രിപ്പയർ ചെയ്തിരിക്കാനായിട്ട് പറ്റും. അതായത് ഓരോ മസിൽസിനെയും ആ ഒരു പർട്ടിക്കുലർ സെക്ഷനിലേക്ക് അത് പെർഫോം ചെയ്യാൻ പോവുകയാണെന്നുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. അത് പ്രീ വർക്കൗട്ട് സ്ട്രെച്ചിങ്, അതായത് നമ്മൾ വാമപ്പ് ഒക്കെ ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ ബെനിഫിറ്റിലായിട്ട് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. അതായത് നമ്മുടെ മസിൽസിനെ ആ ഒരു പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ അത്ലറ്റിക് ആൻഡ് ഫിസിക്കൽ പെർഫോമൻസുകൾ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇതിന് സാധിക്കും. അപ്പം അടുത്ത പോയിന്റ് ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു പോയിന്റ് തന്നെയാണ്. അതായത് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സ്ട്രെച്ചിങ്ങൾക്ക് സാധിക്കും. അതായത് നിങ്ങളിപ്പം ഈ പറഞ്ഞ കാര്യം തന്നെ നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളിപ്പം ഒരു കാര്യം ചെയ്യുകയാണ്, ഒരു വർക്കൗട്ട് നിങ്ങൾ പെർഫോം ചെയ്ത് കഴിഞ്ഞു. ആ വർക്കൗട്ട് പെർഫോം ചെയ്ത് കഴിയുന്ന അവസ്ഥയിൽ നിങ്ങളുടെ മസിൽസ് കുറച്ച് കംപ്രസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ ആ മസിൽസിലേക്ക് കുറച്ച് റൂം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അത് ഗ്രോ ചെയ്യാനായിട്ടൊരു റൂം ആ മസിൽസിലേക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് വർക്കൗട്ട് സ്ട്രെച്ചുകളെ കുറിച്ചാണ് ഈ പറയാൻ പോകുന്നത്. അത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സ്ട്രെച്ച് ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മസിൽസ് കുറച്ചും കൂടെ സ്ട്രെച്ച് ആയിട്ട് കുറച്ചും കൂടെ ബ്ലഡ് സർക്കുലേഷൻ ആ മസിൽസിലേക്ക് കൂടുതലായിട്ട് നടക്കും. അപ്പോൾ കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ മസിലിലേക്ക് നടക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ന്യൂട്രിയൻസ് ഈ മസിൽസിലേക്ക് എത്തും. കൂടുതൽ ന്യൂട്രിയൻസ് മസിൽസിലേക്ക് എത്തുമ്പോഴത്തേനും ആ മസിൽസിന്റെ റിക്കവറി പ്രോസസ് എന്ന് പറയുന്നത്, അതായത് ആ ജിമ്മിൽ നമ്മൾ ചെയ്യുന്ന മസിൽ ബ്രേക്ക് ഡൗൺ ആണല്ലോ, ആ ബ്രേക്ക് ഡൗൺ ചെയ്തിരിക്കുന്ന മസിലുകളുടെ റിക്കവറി പ്രോസസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് നടക്കും. നിങ്ങൾക്ക് മസിൽ സോർനെസ് പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല. അതായത് കുറച്ചും കൂടെ റിക്കവറി ഫാസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനവും, അതുപോലെ തന്നെ മസിൽ ഗ്രോത്തിന് കൂടുതൽ റൂം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. അപ്പം അതാണ് നമ്മുടെ മൂന്നാമത്തെയും നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ അഞ്ചാമത്തെ പോയിന്റിലേക്ക് പോയേക്കാം. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ബോഡി പോസ്റ്ററിനെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ, നമ്മുടെ ബോഡിയുടെ ഒരു സ്ട്രക്ചർ, അതിനെയാണ് പോസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായ പോസ്റ്റർ കാണത്തില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ ചെറിയ മസിൽ ഇംബാലൻസുകൾ കാണുമായിരിക്കും. അപ്പോൾ മസിൽ ഇംബാലൻസ് കൊണ്ടാണ് മെയിൻ ആയിട്ട് ഈ പോസ്റ്ററിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും ഈ മസിൽ ഇംബാലൻസ് ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടിരിക്കുക, റൈറ്റ് ഹാൻഡിൽ ചെറുതായിട്ടിരിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇംബാലൻസിൽ പെടും, മസിൽ ഇംബാലൻസിൽ പെടുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ മസിൽ ഇംബാലൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന സ്ട്രെച്ചിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധിക്കും എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, നമ്മുടെ എല്ലാ ബോഡി പാർട്ടും ഒരുപാട് ടൈറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ പോകുന്നത് നമ്മുടെ നട്ടലിന്റെ അഭാവത്താണ്. നമുക്ക് ഉദാഹരണത്തിന് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാലിന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ താഴത്തെ ഒരു സംഭവം എടുക്കാൻ നേരത്ത് നമുക്ക് കാല് മടക്കാൻ വേണ്ടി പറ്റത്തില്ല. കാരണം കാല് ടൈറ്റ് ആയിട്ടിരിക്കുകയാണ്, എക്സ്റ്റർഡേ ചെയ്തുകൊണ്ട് നമ്മുടെ കാല് ടൈറ്റ് ആയിട്ടിരിക്കുകയെന്ന് കരുതുക. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നട്ടലിന്റെ സഹായത്തോടെ ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ സ്ട്രെയിൻ കൊടുത്ത് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ്, അതായത് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള മസിൽസ് എല്ലാം ടൈറ്റ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സ്ട്രെയിൻ പോകുന്നത് നട്ടലിലോട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് പെയിൻ പോലുള്ള പ്രശ്നങ്ങൾ ഭാവിയിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബാക്ക് പെയിൻ ഉണ്ടായിരിക്കാൻ വേണ്ടി കുറേ സ്ട്രെച്ചുകളുണ്ട്. അപ്പോൾ ആ സ്ട്രെച്ചുകളെ പറ്റി എല്ലാം വളരെ വിശദമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് പെയിനെ പറ്റി. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ എന്തായാലും ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ എന്തായാലും അങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ബാക്ക് പെയിൻ പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ മസിൽസും ലൂസ് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു സീൻ വരുന്നില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ സ്ട്രെസ് റിലീവർ ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ സ്ട്രെച്ചിങ് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യമാണ്. അതായത് നമുക്കറിയാം, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇന്റർ റിലേറ്റ് ചെയ്ത് കിടക്കുന്ന സംഭവങ്ങളാണ്. നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് എന്തെങ്കിലും മെന്റൽ സ്ട്രെസ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും നമ്മളുടെ മസിൽസ് കുറച്ചും കൂടെ ടൈറ്റൻ ആകും. അതായത് മസിൽസിലേക്കും കൂടെ ആ ടെൻഷൻ വന്നിട്ട് മസിൽസ് കുറച്ചും കൂടെ ടൈറ്റൻ ആയിട്ട് നമുക്ക് ആ സ്ട്രെസ് കൂടുതൽ ഫീൽ ചെയ്യും. അത് കൂടുതൽ ഫീൽ ചെയ്യുന്നത് നമ്മുടെ അപ്പർ നെക്ക്, ഈ നെക്കിന്റെ ഏരിയയിലും അതുപോലെ തന്നെ നമ്മുടെ അപ്പർ ബാക്കിൽ നമുക്ക് സ്ട്രെസ് ഒക്കെ വരുമ്പോൾ കൂടുതൽ നമുക്ക് ഇങ്ങനെ ബാക്കിലും അപ്പർ ബാക്കിന്റെ അവിടെയും അതുപോലെ നമ്മുടെ നെക്കിന്റെ അവിടെയൊക്കെ നമുക്കൊരു സ്ട്രെസ് പോലെ നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യും. അതിന് നമ്മുടെ മസിൽസ് ടൈറ്റൻ ആകുന്നതാണ് അതിന് കാരണം. അപ്പോൾ ഈ അപ്പർ നെക്ക്, ആ നെക്ക് ഏരിയയും അപ്പർ ബാക്ക് ഏരിയയും ഒക്കെ നമ്മൾ ആ സമയത്ത് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് അതൊരു സ്ട്രെസ് റിലീവർ ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ആ സ്ട്രെസ് റിലീവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡിന് ഒരു കാംനെസ് തരാനായിട്ടും ഈ സ്ട്രെച്ചിങ്ങുകൾ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതായിരുന്നു നമ്മുടെ അടുത്ത പോയിന്റ്. ഇനിയിപ്പോൾ അതിനോട് തന്നെ ഇന്റർ റിലേറ്റഡ് ആയിട്ട് വരുന്ന മറ്റൊരു പോയിന്റാണ് നമുക്ക് പറയാനുള്ളത്, അതായത് സ്ട്രെസ് ഹെഡേക്കുകളെ കുറിച്ച്. അതായത് സ്ട്രെസ് ഹെഡേക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരുപാട് നേരം നമ്മൾ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ ഒരുപാട് നേരം നോക്കിയിരുന്നു, അപ്പോൾ നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ തലവേദന പോലെ തോന്നും. ഇല്ല നമുക്ക് ഒരുപാട് ടെൻഷൻ സ്ട്രെസ് കാരണം നമുക്ക് ചിലപ്പോൾ തലവേദന പോലെ തോന്നും. അതിനെയാണ് സ്ട്രെസ് ഹെഡേക്കുകൾ എന്ന് പറയുന്നത്. ഈ സ്ട്രെസ് ഹെഡേക്കുകൾ സാധാരണ കോമൺ ആയിട്ട് നടക്കുന്നതാണ്. നമ്മുടെ ഈ വർക്കിൽ നമ്മുടെ ആ ഓവറായിട്ടുള്ള നമ്മുടെ ആ സ്ട്രെസ് ഒക്കെ കാരണം സ്ട്രെസ് ഹെഡേക്കുകൾ നമുക്ക് ഓവറായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ സ്ട്രെസ് ഹെഡേക്കുകളെ ഒഴിവാക്കാൻ പറ്റുന്ന നമ്പർ 1 മെത്തേഡ്സ് ആണ് നമ്മൾ കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഹൈഡ്രേഷൻ നമ്മൾ പക്കയാക്കുക. കാരണം വെച്ചാൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഈ സ്ട്രെച്ചിങ്ങുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്ട്രെസ് ഹെഡേക്കുകളെ ഒഴിവാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മാക്സിമം കുറച്ച് നിർത്താൻ പറ്റുന്ന ഒരു കിടിലൻ ടെക്നിക്കാണ് ഈ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനും ഒത്തിരി ബെനിഫിറ്റുകൾ സ്ട്രെച്ചിങ്ങുകൾ കൊണ്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ട്രെച്ചിങ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളെ കുറിച്ചാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞത്. ഇനി അടുത്തത് ഏതൊക്കെ ടൈപ്പ് സ്ട്രെച്ചിങ്ങുകളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് ടൈപ്പ് സ്ട്രെച്ചിങ്ങുകളെ കുറിച്ച് നോക്കാം. അപ്പോൾ ഈ ഒരുപാട് ടൈപ്പ് സ്ട്രെച്ചിങ്ങുകളുണ്ട്. പക്ഷെ നമ്മൾ മെയിൻ ആയിട്ടുള്ള 3 ടൈപ്പിനെ പറ്റിയാണ് പറയുന്നുള്ളൂ. അപ്പോൾ അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്, രണ്ടാമത്തെ ഡൈനാമിക് സ്ട്രെച്ചിങ്, മൂന്നാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലിസ്റ്റിക് സ്ട്രെച്ചിങ്. ഇങ്ങനെ 3 സ്ട്രെച്ചിങ്ങിനെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്ങിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് പേര് പറയുന്നവർക്ക് തന്നെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഒരു 10 to 30 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടായിരിക്കും ഈ പർട്ടിക്കുലർ സ്ട്രെച്ചിങ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അവിടെ മോഷൻ ഒന്നും വരുന്നില്ല, നമ്മൾ ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ തന്നെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വർക്കൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്കൗട്ടിന് ശേഷമായിരിക്കും. അതായത് ഇതൊരു പോസ്റ്റ് വർക്കൗട്ട് സ്ട്രെച്ചിങ് ആണെന്ന് നമുക്ക് വേണം പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത സ്ട്രെച്ചിങ്ങിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഡൈനാമിക് സ്ട്രെച്ചിങ് ആണ്. ഡൈനാമിക് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേര് തന്നെ സംഭവം ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂവ്മെന്റ് ഉണ്ടാവും, അതിൻ്റെ അകത്തൊരു മൂവ്മെന്റ് ഉണ്ടാവും. അതിന് എക്സാമ്പിൾ എടുക്കുക നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡ് ലഞ്ചസ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സ്ട്രെച്ചിങ്ങുകൾ ആ കൂട്ടത്തിൽ നമുക്ക് പെടുത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്തായാലും ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡിലോട്ട് വന്ന് കഴിയുമ്പോഴത്തേന് ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ആ ഒരു സെറ്റപ്പ് ഈ ഒരു പർട്ടിക്കുലർ സ്ട്രെച്ചിങ്ങിൻ്റെ അകത്ത് വരുന്നില്ല. നമ്മൾ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ എന്തായാലും ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നത് നമ്മൾ ഒരു വാമപ്പിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഒരു മസിൽസിനൊക്കെ കിട്ടുന്ന ഒരു വാമപ്പിന് വേണ്ടിയിട്ട് ആയിരിക്കും നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സ്ട്രെച്ചിങ് ചെയ്യുന്നത്. അതായത് വർക്കൗട്ടിന് മുന്നേ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പ്രീ വർക്കൗട്ട് സ്ട്രെച്ചിങ് ആണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മുടെ മൂന്നാമത്തെ അവസാനത്തെ സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലിസ്റ്റിക് സ്ട്രെച്ചിങ് ആണ്. അപ്പോൾ ബാലിസ്റ്റിക് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പരിധി ഉണ്ടല്ലോ, അതായത് നമ്മുടെ മോഷന്റെ ആ ഒരു പരിധിയുടെ അപ്പുറത്തോട്ട് നമ്മൾ ചെയ്യുന്ന സ്ട്രെച്ചിങ്ങുകൾ. അത് മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാർഷൽ ആർട്സ് ചെയ്യുന്നവർ അതുപോലെ തന്നെ ഡാൻസേഴ്സ് ഒക്കെയാണ് ഇത് മെയിനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തായാലും സാധാരണക്കാർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെയൊക്കെ സമൂഹത്തോടു കൂടി തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ബാലിസ്റ്റിക് സ്ട്രെച്ചസ്. അപ്പോൾ ഇതാണ് ഈ 3 ടൈപ്പ് ഓഫ് സ്ട്രെച്ചസ്. അപ്പോൾ നമുക്കിനി ഏതായാലും നമ്മുടെ അടുത്ത പോയിന്റിലോട്ട് പോകും.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും സ്ട്രെച്ചിങ്ങിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനിയിപ്പോൾ നിങ്ങൾ സ്ട്രെച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ സ്ട്രെച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് മറ്റ് വർക്കൗട്ടുകൾ പോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഒരു പ്രഷർ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഒരു ടെൻഷൻ നിങ്ങളുടെ ബോഡിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി തന്നെയാണ് സ്ട്രെച്ചിങ്ങുകൾ എന്ന് പറയുന്നത്. അതായത് സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ഒത്തിരി ഇൻറ്റൻസ് ആയിട്ടുള്ള ബാലിസ്റ്റിക് സ്ട്രെച്ചുകളോ അതുപോലുള്ള സംഭവങ്ങളൊന്നും നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട. ആദ്യം തന്നെ നിങ്ങൾ ബേസിക് സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്ട്രെച്ചുകൾ ചെയ്യുക. അങ്ങനെ മാത്രമല്ല, നിങ്ങൾ അതിൻ്റെ ഒരു ടൈമിംഗ് നിങ്ങൾ വെക്കണം. മാക്സിമം നിങ്ങൾ ഒരു 10 മിനിറ്റ്, മാക്സിമം 10 to 15 മിനിറ്റ് ചെയ്യരുത്, ഒരു 5 to 10 മിനിറ്റ് മാക്സിമം നിങ്ങൾ സ്ട്രെച്ചുകൾ ചെയ്താൽ മതിയാവും. അത് തന്നെ എനഫാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഒരു 5 മിനിറ്റ്സ് സ്ട്രെച്ച് ചെയ്യുക, പിന്നെ ഒരു 10 മിനിറ്റ് വരെ മാക്സിമം സ്ട്രെച്ചിങ്ങുകൾ ചെയ്താൽ മതിയായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു സെറ്റപ്പ് കിട്ടും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രെച്ചിങ്ങുകളാണ്, അതായത് ഡൈനാമിക് സ്ട്രെച്ചിങ്ങുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡൈനാമിക് സ്ട്രെച്ചിങ്ങുകളും ഒരു 10 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെ ഒരു ഡൈനാമിക് സ്ട്രെച്ച് ഓരോന്നിനും വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റാറ്റിക് സ്ട്രെച്ചുകളും നിങ്ങൾക്ക് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വയ്ക്കുക, 10 സെക്കൻഡ് ടു മാക്സിമം 30 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വയ്ക്കുക. ആ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്ങുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വർക്കൗട്ടുകൾക്ക് ശേഷമായിരിക്കും. അപ്പോൾ അതും നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇനിയിപ്പോൾ വർക്കൗട്ട് ഒന്നും ചെയ്യാത്ത ഒരു ദിവസം വരുവാണ്, അതായത് ഒരു ഫ്രീ ഡേ വരുവാണ്. അപ്പോൾ ആ ഒരു ദിവസത്തിലും നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ സ്ട്രെച്ച് ചെയ്തിരിക്കണം. അതായത് വർക്കൗട്ട് നിങ്ങൾ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾ മിനിമം ഒരു മാക്സിമം നിങ്ങൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 to 10 മിനിറ്റ്സ് നിങ്ങൾ സ്ട്രെച്ച് ചെയ്തിരിക്കണം. അത് നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി, അതുപോലെ ഞങ്ങൾ ഈ ആദ്യം പറഞ്ഞ ബെനിഫിറ്റുകളെല്ലാം നിങ്ങൾക്ക് കിട്ടാനും, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രായാധിക്യം കൊണ്ട് ഉണ്ടാകുന്ന നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി കുറവ് പരിഹരിക്കാനും അത് ഡിലേ ചെയ്യിക്കും. അതായത് ഇപ്പോൾ 60 വയസ്സിലാണ് നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി കുറയുന്നതെങ്കിൽ അത് 70 വയസ്സ് വരെ നിങ്ങൾക്ക് ആ സെയിം ഫ്ലെക്സിബിലിറ്റി നിൽക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ദിവസം ഉണ്ടെങ്കിലും ആ ദിവസവും നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിനി നമ്മുടെ സ്ട്രെച്ചിങ് സേഫ്റ്റി മെഷർമെന്റ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി പണ്ടെങ്ങാനും എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഒക്കെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡോക്ടറിന്റെ അനുവാദം ചോദിച്ചിട്ട് അവരുടെ അടുത്ത് നിന്ന് മാത്രം അവർ പറയുന്ന പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ മാത്രം സ്ട്രെച്ചിങ്ങുകൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഓവർഡു ചെയ്യരുത്. ഒരു സ്ട്രെച്ചിങ് നമ്മൾ ഓവർഡു ആയിട്ട് നമ്മൾ ചെയ്യുക, ഒരുപാട് സമയം ചെയ്യരുത്. ഒരു ദിവസം തന്നെ പല തവണയായിട്ട് നമ്മൾ ചെയ്യരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വർക്കൗട്ട് പോലെ തന്നെയാണ്. അപ്പോൾ വർക്കൗട്ട് നമ്മൾ ഒരു ദിവസം പല ടൈമിലായിട്ട് നമ്മുടെ ബോഡീനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ട് നമുക്ക് ഇഞ്ചുറി ഉണ്ടാകും, അല്ലെങ്കിൽ ഡാമേജ്, മസിൽസ് ഡാമേജ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്ട്രെച്ചിങ് ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസിൽസ് ഷുവർ ആയിട്ടും ഡാമേജ് ആവും. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിലാണ്, അതായത് ബാലിസ്റ്റിക് എക്സസൈസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് കൂടുതൽ ആളുകൾ ചെയ്ത് നമ്മൾ പറഞ്ഞല്ലോ, അത് മാർഷൽ ആർട്സ് ചെയ്യുന്നവർ, അതുപോലെ ഡാൻസേഴ്സ്, അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിലുള്ള പ്രൊഫഷൻസ് ഉള്ളവരൊക്കെയാണ്, ജിംനേഷ്യം ചെയ്യുന്നവർ, അങ്ങനെയുള്ളവരാണ് മെയിനായിട്ട് ഈ ബാലിസ്റ്റിക് എക്സസൈസസ് ചെയ്യുന്നത്. പിന്നെ അവസാനത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ നമ്മളൊരു ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് നമ്മളിപ്പോൾ സ്ട്രെച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ പോർഷൻ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പെയിൻ തോന്നുന്നുണ്ട്, അതായത് നമ്മുടെ കംഫർട്ട് സോണിൽ നമ്മൾ പുറത്തു പോയി നമുക്ക് ഒരുപാട് പെയിൻ തോന്നുകയാണെന്നുണ്ട് ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ നമ്മൾ സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കരുത്, ഒരു കാരണവശാലും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ, പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ സ്ട്രെച്ചിങ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതായിരുന്നു നമ്മുടെ സ്ട്രെച്ചിങ്ങിനെ പറ്റിയുള്ള വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ കുറച്ച് സ്ട്രെച്ചിങ്ങുകളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ കൂടെ ഈ വീഡിയോയുടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ആ സംഭവങ്ങളൊന്ന് ചെക്ക് ചെയ്യുക.
കംപ്ലീറ്റ് ആയിട്ട് എല്ലാ പാർട്ടിനും കൂടെ ഉള്ളത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് കംപ്ലീറ്റ് ആയിട്ട് വേറൊരു വീഡിയോ വേണ്ടി വരും. അത് കറക്റ്റ് ആ ഫോമിൽ തന്നെ 10 സെക്കൻഡ് വെച്ച് നമ്മൾ വേറൊരു വീഡിയോക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോക്ക് അത് സ്ട്രെച്ചിങ്ങുകൾ മാത്രമായിട്ട് നമ്മൾ ചെയ്ത് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഒരു പോസ്റ്റ് വർക്കൗട്ട് വാമപ്പിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ എന്ന് പറഞ്ഞാൽ ഉടനടി തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഡെഫിനറ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും സ്ട്രെച്ചിങ്ങിനെ കുറിച്ച് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്, ഇല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും ഇൻസ്റ്റാഗ്രാം ID നമ്മൾ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കമന്റ് ബോക്സിൽ നമുക്ക് റിപ്ലൈ ചെയ്യാൻ വരുന്നതാണ്. അപ്പോൾ ഏതായാലും വേറെ കിടിലൻ വീഡിയോ ആയിട്ട് വേറെ കിടിലൻ ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹൈഡ്രേറ്റഡ്.